എന്താവശ്യമുണ്ടെങ്കിലും അളിയൻ്റെ അടുത്താ പോവാറ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. രാത്രി ആയപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഓർമ്മ വന്നത്. അളിയൻ വായിക്കുന്ന എന്തെങ്കിലും ബുക്ക് ഉണ്ടോ? വായനാ ദിനം ആയതുകൊണ്ട് ഒരു ബുക്ക് വായിച്ചിട്ട് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അളിയ എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു, ബുക്സ് കുറെ ഉണ്ടായിരുന്നു, ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. നിന്റെ ഏജിനെ പറ്റിയൊരു സ്പെഷ്യൽ ബുക്ക് ഉണ്ട് കയ്യിൽ, ഞാൻ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കും. അമ്മ പറയാറുണ്ട് എന്താവശ്യത്തിനും അളിയൻ്റെ അടുത്ത് പോയാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അളിയൻ്റെ അടുത്താണ് പോവാറ്. അളിയൻ്റെ അടുത്ത് ആവശ്യത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അളിയൻ എല്ലാത്തിനെയും പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടാണ് ആരോടും സംസാരിക്കാറും പെരുമാറാറും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അളിയൻ എനിക്കെന്നും ദൈവതുല്യായിരുന്നു. കുറച്ചു നേരം കാത്തിരുന്നെങ്കിലും അളിയൻ ആ പുസ്തകമൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഈ ബുക്കിൻ്റെ ഹൃദയമാണ്, ഹൃദയം പോലെ നോക്കണം, ഞാൻ പറിച്ചെടുത്ത് തരികയാണ്. ഈ പുസ്തകത്തിന് എന്താ എത്ര പ്രത്യേകത? ഈ പുസ്തകത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതിൻ്റെ ബാല്യകാല സഖി തന്നൊരു ബുക്കാണിത്. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ സ്കൂളിലൊക്കെ ഒന്നിച്ചായിരുന്നു പോയോണ്ടിരുന്നത്. ഭക്ഷണം വരെ ഞങ്ങളൊരു പ്ലേറ്റിൽ നിന്നാണ് കഴിച്ചത്. നല്ല മഴ പെയ്യുമ്പോൾ ഞങ്ങളൊരു കുടക്കീഴിൽ ആ വയലിലൂടെ നടന്നു പോകുമ്പോഴുള്ള അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംതിങ് സ്പെഷ്യലാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ടൊരു ആളെ തന്നൊരു ബുക്കാണിത്. അതുകൊണ്ട് ഇത് നീ നന്നായിട്ട് സൂക്ഷിക്കണം. നീ വായിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് തരണം. അവളെ അച്ഛന് കൊൽക്കത്തയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്താണ് ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത്. അവരന്ന് കൊൽക്കത്തയ്ക്ക് പോകുന്ന സമയത്ത് അവളെനിക്ക് തന്ന സമ്മാനമാണ് പുസ്തകം. അതിപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങളൊന്ന് കണ്ടതാണ്. അവൾ ഇപ്പോഴും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴും ആ ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്താണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്. ഇപ്പോഴും അവള് കല്യാണമൊന്നും കഴിക്കാണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നില്ല ഇങ്ങയുടെ 2 ദിവസത്തെ ഫോൺ വിളി, എല്ലാം കൂടി ചേർത്തൊന്ന് കൊടുക്കണം. ഇത്ര കാലത്തെ കഥകളുള്ള ബുക്കാന്നറിയത് എന്ത് ചെയ്യാനാണ്. ഞാൻ പോയി വരാം. അളിയാ പോലെ, കുറച്ചുകൂടി പറയാനുണ്ട്.